നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 എയിംസിൻ്റെ വിവിധ സ്ഥാപനങ്ങളിലെ BSc നഴ്സിംഗിൻ്റെ അഡ്മിഷന് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ എയിംസിൻ്റെ വെബ്സൈറ്റിൽ വന്നിരിക്കുന്നത്. ഓവറോൾ റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്കോർ കാർഡ് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും REC കോഡ് എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ഹോം പേജിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. ജൂൺ 6 തീയതി മുതൽ ജൂൺ 15 തീയതി വൈകുന്നേരം 5 മണി വരെയാണ് OBC നോൺ ക്രിമിനൽ വിഭാഗത്തിലുള്ളവരും EWS വിഭാഗത്തിൽ ഉള്ളവരും SC/ST PWBD എന്നീ കാറ്റഗറിയിലുള്ളവരും അവരുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള സമയം. OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും EWS സർട്ടിഫിക്കറ്റ് എന്നിവ 2025 ഏപ്രിൽ 1-നും 2025 മെയ് 15-നും ഇടയിൽ എടുത്തത് ആണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ആ വിഭാഗത്തിന് സീറ്റ് റിസർവേഷൻ ലഭിക്കുന്നത്. പലർക്കും ഈ ഡേറ്റിൽ എടുത്ത സർട്ടിഫിക്കറ്റുകൾ ഇല്ല. അങ്ങനെ ഉള്ളവരും അലോട്ട്മെന്റിൽ പങ്കെടുക്കാം. അവരെ ജനറൽ വിഭാഗത്തിലാണ് അപ്പോൾ പരിഗണിക്കുന്നത്. ഇതിൽ പറയുന്ന ഡേറ്റിൽ അല്ലാത്തത് അപ്ലോഡ് ചെയ്ത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അലോട്ട്മെന്റിൽ നിന്ന് പുറത്താക്കില്ല. അവർക്ക് അലോട്ട്മെന്റിൽ പങ്കെടുക്കാം. ഇതിൽ പറയുന്ന ഡേറ്റിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഇല്ലാത്ത കുട്ടികൾ പേടിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ജനറൽ വിഭാഗത്തിൽ അവരെ പരിഗണിച്ച് അലോട്ട്മെന്റിൽ പങ്കെടുപ്പിക്കുന്നതാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന മെറിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കുട്ടികൾക്ക് മാത്രമാണ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കോളേജ് ചോയ്സും ഫില്ല് ചെയ്യണം. വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന മെറിറ്റ് ലിസ്റ്റിൽ ഉള്ള എല്ലാവർക്കും അലോട്ട്മെന്റിൽ പങ്കെടുക്കാം. രജിസ്റ്റർ ചെയ്യുന്നതിന് ഫീസ് ഇല്ല. ഓൺലൈനായിട്ട് നിങ്ങളുടെ എയിംസിന്റെ വെബ്സൈറ്റിൽ നിങ്ങളുടെ ഹോം പേജിൽ നിന്നാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇപ്പോൾ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടില്ല. എപ്പോൾ മുതലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് എയിംസിന്റെ വെബ്സൈറ്റിൽ അറിയിപ്പ് വരും. രജിസ്ട്രേഷൻ കഴിഞ്ഞ് ചോയ്സ് ഫില്ലിംഗ് കഴിയുമ്പോൾ ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെന്റിന്റെ റിസൾട്ട് എയിംസിന്റെ വെബ്സൈറ്റിൽ വരും. അപ്പോൾ കോളേജ് ലഭിക്കുന്ന കുട്ടികൾ അതിൽ പറയുന്ന ഡേറ്റിൽ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി നിങ്ങൾക്ക് ലഭിക്കുന്ന കോളേജിൽ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്യണം. ആ സമയത്ത് എല്ലാ ഒറിജിനൽ ഡോക്യുമെന്റ്സുകളും അവിടെ നൽകണം. എന്തൊക്കെ ഡോക്യുമെന്റ്സുകളാണ് തയ്യാറാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ടിൽ കൊടുക്കുന്ന കോളേജുകൾ തന്നെയാണ് സെക്കൻഡ് റൗണ്ടിലും ഉള്ളത്. ഫസ്റ്റ് റൗണ്ടിൽ കൊടുക്കാത്ത കോളേജുകൾ സെക്കൻഡ് റൗണ്ടിൽ ചേർക്കാൻ സാധിക്കില്ല. അതിനാൽ ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെന്റിന്റെ സമയത്ത് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ എല്ലാം ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെന്റിന് ശേഷം കോളേജ് ലഭിച്ച കുട്ടികൾ കോളേജിൽ ജോയിൻ ചെയ്തതിനു ശേഷം വീണ്ടും സീറ്റ് വേക്കൻസി വന്നാൽ സെക്കൻഡ് റൗണ്ട് അലോട്ട്മെന്റ് നടത്തും. അപ്പോൾ മെറിറ്റ് ലിസ്റ്റിൽ ഉള്ള എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കാവുന്നതാണ്. ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിൽ കോളേജിൽ ജോയിൻ ചെയ്തവർക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല. അതുപോലെ കോളേജ് ലഭിച്ചതിന് ശേഷം ജോയിൻ ചെയ്യാത്തവർക്കും സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുക്കാത്തവർക്ക് സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. 2 റൗണ്ടിലും പങ്കെടുക്കണമെങ്കിൽ ആദ്യമേ തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ റൗണ്ടിന് ശേഷം വീണ്ടും സീറ്റ് വേക്കൻസി വന്നാൽ ഓപ്പൺ റൗണ്ട് നടത്തുന്നതാണ്. ഫസ്റ്റ് റൗണ്ടിലും സെക്കൻഡ് റൗണ്ടിലും പങ്കെടുക്കാത്തവർക്ക് ഓപ്പൺ റൗണ്ടിൽ പങ്കെടുക്കാം. അതിനുവേണ്ടി അവർ രജിസ്ട്രേഷൻ ചെയ്ത് പങ്കെടുക്കണം. ആ സമയത്ത് 25,000 രൂപ ഫീസായിട്ട് അടയ്ക്കണം. 2 റൗണ്ടുകളിലും പങ്കെടുത്ത് കോളേജ് ലഭിക്കാത്ത കുട്ടികൾക്കും ഓപ്പൺ റൗണ്ടിൽ പങ്കെടുക്കാം. അവരും 25,000 രൂപ ഫീസ് അടയ്ക്കണം. ഓപ്പൺ റൗണ്ടിൽ പങ്കെടുക്കുന്ന എല്ലാവരും 25,000 രൂപ ഫീസ് അടയ്ക്കണം. എൻട്രൻസ് എക്സാം എഴുതിയ എല്ലാ കുട്ടികളുടെയും റോൾ നമ്പരും മാർക്കും ലിസ്റ്റിൽ ഇല്ല. എയിംസിന്റെ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് ഓരോ വിഭാഗത്തിനും കട്ട് ഓഫ് മാർക്കുണ്ട്. അങ്ങനെയുള്ളവരുടെ റോൾ നമ്പരും മാർക്കും മാത്രമാണ് ആ ലിസ്റ്റിൽ ഉള്ളത്. ലിസ്റ്റിൽ ഇല്ലാത്ത കുട്ടികൾക്ക് അവരുടെ മാർക്ക് കാണുന്നതിന് വേണ്ടി എയിംസിന്റെ വെബ്സൈറ്റിൽ അക്കാഡമിക് കോഴ്സസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പേജ് ഓപ്പൺ ആകുന്നതാണ്. അതിൽ ഇതുപോലെ നഴ്സിംഗ് എന്നുള്ള ഭാഗത്ത് BSc നഴ്സിംഗ് ഓണേഴ്സ് എന്ന് എഴുതിയിരിക്കുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു പേജ് ഓപ്പൺ ആകും. ആ പേജിൽ ഫൈനൽ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ID, REC കോഡ്, പാസ്വേഡ്, അവിടെ കൊടുത്തിരിക്കുന്ന ക്യാപ്ച എന്നിവ കൊടുത്ത് ലോഗിൻ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഹോം പേജാണ് ഓപ്പൺ ആകുന്നത്. നിങ്ങളുടെ ഫോട്ടോയുള്ള ഒരു പേജാണ് ഓപ്പൺ ആകുന്നത്. ഫോട്ടോയുടെ താഴെ റിസൾട്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ റൈസ് യുവർ ക്വയറി എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കുന്നതിന് എയിംസിന്റെ 2 ഇമെയിൽ ഐഡികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. assoc.dean.exam@aims.edu എന്നതാണ് ഒന്നാമത്തെ മെയിൽ ID. രണ്ടാമത്തത് paar.aims.bsc.msc@gmail.com എന്നതാണ് രണ്ടാമത്തെ ഇമെയിൽ ID. നഴ്സിംഗിന്റെ എൻട്രൻസ് എക്സാമിന് 100 മാർക്കിന്റെ 100 ചോദ്യങ്ങളാണ് ഉള്ളത്. ശരിയായിട്ടുള്ള ഉത്തരത്തിന് 1 മാർക്കും തെറ്റായിട്ടുള്ള ഉത്തരത്തിന് -1/3 മാർക്കുമാണ് കുറയ്ക്കുന്നത്. 3 ഉത്തരങ്ങൾ തെറ്റിയാൽ 1 മാർക്കാണ് കുറയ്ക്കുന്നത്. -1/3 എന്ന് പറയുന്നത് 0.33 മാർക്ക് ആണ്. ആൻസർ ചെയ്യുമ്പോൾ റിവ്യൂവിന് വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാത്ത ക്വസ്റ്റ്യൻസിനും മാർക്ക് ലഭിക്കുന്നതല്ല. നിങ്ങളുടെ മാർക്കുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ എയിംസിന്റെ മെയിൽ ഐഡിയിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.